ഒരിക്കൽ ശിമയോൻ എന്നു പേരുള്ള ഒരു മാന്ത്രികൻ പത്രോസിനോട് ഇപ്രകാരം ചോദിച്ചു: ദൈവം എല്ലാം സൃഷ്ടിച്ചു. എങ്കിൽ തിന്മ എവിടെനിന്നു വന്നു? പത്രോസ് മറുപടി പറഞ്ഞു: ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തണമെങ്കിൽ 3 തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടായിരിക്കണം. ഒന്നാമതായി, തിന്മയുണ്ടോ? തിന്മയുടെ അസ്തിത്വം സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ തിന്മയില്ല എന്ന് പറയുന്നവരെല്ലാം നന്മ ചെയ്യുന്നുവെന്ന് ഇതിനർത്ഥമില്ല. രണ്ടാമത്തെ ചോദ്യം, എന്താണ് തിന്മ? അത് ഒരു സ്വതന്ത്ര വസ്തുവാണോ? അതോ അവിചാരികമായി സംഭവിക്കുന്നതാണോ? അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണോ? ഇതുപോലുള്ള മറ്റ് പല ചോദ്യങ്ങളും ഇതിനോടൊപ്പം ഉയരുന്നു. മൂന്നാമതായി ചോദിക്കേണ്ടത്, അത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? എന്തിലേക്കാണ് തിന്മയാവുന്നത്? എങ്ങനെയാണ് തിന്മ നിലനിൽക്കുന്നത്? അല്ലെങ്കിൽ അത് ആർക്കാണ് തിന്മയാകുന്നത്? ദൈവത്തിനോട്? അല്ലെങ്കിൽ മാലാഖമാരോട്? അതോ മനുഷ്യരോടോ? നീതിമാന്മാരോടോ? ദുഷ്ടന്മാരോടോ? അതോ എല്ലാവരോടുമോ? അല്ലെങ്കിൽ ചിലരോടു മാത്രമാണോ? ഒരുവന്റെ സ്വന്തത്തോടോ? അതോ ആരോടുമില്ലേ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിട്ട് അത് എവിടെ നിന്ന് എന്നന്വേഷിക്കണം. ദൈവത്തിൽ നിന്നാണോ? അതോ ഒന്നുമില്ലായ്മയിൽ നിന്നാണോ? അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നുവോ? അല്ലെങ്കിൽ അതിന് ആരംഭമുണ്ടായിരുന്നുവോ? അത് ഉപയോഗപ്രദമാണോ? അതോ ഉപയോഗശൂന്യമാണോ? പത്രോസ് തുടർന്നു: സൃഷ്ടികളുടെ സ്വതന്ത്രമായ മനസ്സ് നിമിത്തമാണ് തിന്മ ഉത്ഭവിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. മനുഷ്യൻ ദൈവകൽപ്പന അനുസരിച്ച് നന്മ തിരഞ്ഞെടുക്കാനും തിന്മയെ ഉപേക്ഷിക്കാനും കടപ്പെട്ടവനാണ്. എന്നാൽ മനുഷ്യൻ തന്റെ സ്വതന്ത്ര ഇച്ഛാശക്തി തെറ്റായി ഉപയോഗിച്ച് തിന്മ തിരഞ്ഞെടുക്കുമ്പോൾ ആ ക്രിയയിൽ നിന്നാണ് തിന്മയുണ്ടാകുന്നത്. അതിനാൽ തിന്മയ്ക്ക് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല. അത് ഒരു വസ്തുവോ പ്രകൃതിയോ അല്ല, മറിച്ച് നന്മയിൽ നിന്നുള്ള തെറ്റായ വഴിപിരിയലും ദൈവഹിതത്തിന് എതിരായ പ്രവൃത്തിയുമാണ്. അതുകൊണ്ട് ദൈവം നന്മയുടെ മാത്രം സ്രഷ്ടാവാണ്, അവൻ തിന്മയുണ്ടാക്കിയിട്ടില്ല. കാരണം പൂർണ്ണ നന്മയായ ദൈവത്തിൽ നിന്ന് തിന്മ ഉത്ഭവിക്കുക സാധ്യമല്ല. ഒരു നല്ല വൃക്ഷത്തിന് ആകർഷകവും നല്ലതുമായ ഫലങ്ങൾ മാത്രമേ നൽകാൻ കഴിയൂ. അതുപോലെ നന്മയുടെ സ്രോതസ്സായ ദൈവത്തിൽ നിന്ന് നന്മയല്ലാതെ മറ്റൊന്നും വരികയില്ല. എന്നാൽ ലോകത്തിൽ നാം കാണുന്ന ശിക്ഷകളും കഷ്ടപ്പാടുകളും ദൈവത്തിന്റെ നീതിയുടെ ഭാഗമാണ്. തെറ്റു ചെയ്യുന്നവരെ തിരുത്താനും വഴി നടത്താനും വേണ്ടിയാണ് ദൈവം അത് അനുവദിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ തിന്മയുടെ കാരണക്കാരനായി കാണുന്നത് അത്യന്തം അബദ്ധവും അജ്ഞതയുമാണ്. മനുഷ്യന്റെ തെറ്റായ തിരഞ്ഞെടുപ്പുകളും പ്രവൃത്തികളുമാണ് എല്ലാ തിന്മകൾക്കും കഷ്ടപ്പാടുകൾക്കും കാരണം. അപ്പോൾ ശിമയോൻ ഇപ്രകാരം ചോദിച്ചു: മനുഷ്യൻ തിന്മ ചെയ്യുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ ഹിതത്തിന് എതിരെയല്ലേ? അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ ഹിതത്തെ ചെറുക്കാൻ മനുഷ്യന് എങ്ങനെ സാധിക്കും? അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തിന്മ സംഭവിക്കാൻ പാടില്ലായിരുന്നില്ലേ? പത്രോസ് ഇതിന് മറുപടി നൽകി: ദൈവത്തിന്റെ സർവശക്തിയെയും അവന്റെ സ്നേഹത്തെയും മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ദൈവം മനുഷ്യനെ യന്ത്രങ്ങളെപ്പോലെ നിർബന്ധപൂർവ്വം കീഴടക്കാനല്ല, മറിച്ച് സ്വതന്ത്ര മനസ്സോടെ തന്നെ സ്നേഹിക്കാനും അനുസരിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ തിന്മ ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യനെ ബലമായി തടയാൻ കഴിയും. എന്നാൽ അങ്ങനെ ചെയ്താൽ മനുഷ്യന് നൽകിയിട്ടുള്ള സ്വതന്ത്ര ഇച്ഛാശക്തിയും അതിലൂടെ ലഭിക്കേണ്ട നീതിയും നന്മയും അർത്ഥശൂന്യമായിത്തീരും. അതിനാൽ ദൈവം തന്റെ സർവ്വശക്തി ഉപയോഗിച്ച് മനുഷ്യനെ ബലമായി തടയാതെ സ്വതന്ത്രമായി നന്മ തിരഞ്ഞെടുക്കാൻ അവൻ അവസരം നൽകുന്നു. ദൈവത്തിന്റെ ഈ ക്ഷമയും സഹിഷ്ണുതയും അവന്റെ ബലഹീനതയല്ല, മറിച്ച് മനുഷ്യനോടുള്ള വലിയ കരുണയും നീതിയുമാണ്. പത്രോസ് തുടർന്നു: ദൈവം തുടക്കത്തിൽ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ തിന്മയോ രോഗങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയായിരുന്നു അവിടെയുണ്ടായിരുന്നത്. എന്നാൽ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ പാപത്തിന്റെ ഫലമായി ലോകത്തിലേക്ക് തിന്മകളും കഷ്ടതകളും കടന്നുവന്നു. മനുഷ്യൻ ദൈവത്തിന്റെ ക്രമത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ പ്രകൃതിയും അവന്റെ തെറ്റായ പ്രവൃത്തികൾക്ക് അനുസൃതമായി പ്രതികരിച്ചു തുടങ്ങി. അങ്ങനെ അവിധേയത്വം, ദുരാഗ്രഹം, അനീതി എന്നിവയിലൂടെ മനുഷ്യൻ തന്നെ ലോകത്തിലേക്ക് വിഷലിപ്തമായ രോഗങ്ങളെയും കെടുതികളെയും ക്ഷണിച്ചുവരുത്തി. അതുകൊണ്ട് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രകൃതിദത്തവും ശാരീരികവുമായ തിന്മകൾ ദൈവത്തിന്റെ സന്മാർഗിക നിയമങ്ങളെ മനുഷ്യൻ ലംഘിച്ചതിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ്. പത്രോസ് തുടർന്നു പറഞ്ഞു: പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളിലും ദൈവം വച്ചിരിക്കുന്ന ഈ ക്രമം നാം കാണുന്നുണ്ട്. സുഗന്ധവും സൗന്ദര്യവുമുള്ള ഒരു റോസാപ്പൂവ് വളരുമ്പോൾ അതിനോടൊപ്പം തന്നെ കൂർത്ത മുള്ളുകളും കാണപ്പെടുന്നു. സൗന്ദര്യമുള്ള നന്മയനുഭവിക്കുമ്പോൾ അതിനൊപ്പം പ്രയാസങ്ങൾ നേരിടേണ്ടിവരുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനാണ് ഇത്. മനുഷ്യൻ ആദ്യത്തെ പാപം ചെയ്തപ്പോൾ പ്രകൃതിയിൽ മുളച്ചുപൊന്തിയ മുള്ളുകളെപ്പോലെയാണ് ഇതും. നന്മ വേണമെങ്കിൽ പ്രയാസങ്ങളെ അതിജീവിക്കണമെന്നും സുഖസൗകര്യങ്ങൾക്കു നടുവിലും ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം ഉപമകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇത്തരത്തിൽ നന്മയും കഷ്ടപ്പാടുകളും ഇടകലർന്നതാണ് ഈ ലോകജീവിതം. എന്നാൽ വരാനിരിക്കുന്ന ലോകത്തിൽ പൂർണ്ണമായ നന്മ മാത്രം ദൈവത്തെ അനുസരിക്കുന്നവർക്കായി കാത്തിരിക്കുന്നു. പത്രോസ് തുടർന്നു:
അതുകൊണ്ട് തിന്മയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് വീണ്ടും അന്വേഷിക്കുന്നവർക്കായി വ്യക്തമാക്കാം. തിന്മ എന്നത് ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട സ്വതന്ത്രമായ ഒരു വസ്തുവോ സത്തയോ അല്ല. പകരം സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ള ജീവികൾ ദൈവത്തിന്റെ നിയമങ്ങൾക്കും കൽപ്പനകൾക്കും വിരുദ്ധമായി ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നാണ് തിന്മയുണ്ടാകുന്നത്. മനുഷ്യൻ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന നന്മയുടെയും സത്യത്തിന്റെയും വഴിയെ സഞ്ചരിക്കാതെ സ്വന്തം അജ്ഞത കൊണ്ടോ ദുരാഗ്രഹം കൊണ്ടോ തെറ്റായ പാത തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ തിന്മ ഉത്ഭവിക്കുന്നു. അതായത് ഇരുട്ട് എന്നത് വെളിച്ചത്തിന്റെ അഭാവം മാത്രമായിരിക്കുന്നതുപോലെ തിന്മ എന്നത് നന്മയുടെ അഭാവവും ദൈവഹിതത്തിൽ നിന്നുള്ള വ്യതിചലനവുമാണ്. അതിനാൽ പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം ദൈവത്തിനല്ല, മറിച്ച് സ്വതന്ത്ര മനസ്സോടെ അത് തിരഞ്ഞെടുക്കുന്ന മനുഷ്യന് തന്നെയാണ്. പത്രോസ് തുടർന്നു പറഞ്ഞു, അതിനാൽ ദൈവത്തിന് സർവ്വവും മുൻകൂട്ടി അറിയാം. തിന്മ ഉത്ഭവിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ദൈവം അത് പൂർണ്ണമായി ഇല്ലാതാക്കാത്തത് തന്റെ അളവറ്റ ജ്ഞാനത്താൽ ഈ തിന്മകളെപ്പോലും നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുന്നതുകൊണ്ടാണ്. പ്രകൃതിയിലോ ലോകത്തിലോ അസ്വസ്ഥതകളും കഷ്ടപ്പാടുകളും അനുഭവപ്പെടുമ്പോൾ അത് മനുഷ്യനെ തന്റെ അഹങ്കാരത്തിൽ നിന്നും മടിയിൽ നിന്നും ഉണർത്താൻ സഹായിക്കുന്നു. പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുമ്പോഴാണ് മനുഷ്യൻ ദൈവത്തെക്കുറിച്ചും സ്വന്തം ബലഹീനതകളെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തിന്മ ഒരു പരീക്ഷണവും അവരുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു മാർഗവുമായിത്തീരുന്നു. ദുഷ്ടന്മാർ ചെയ്യുന്ന തിന്മകൾ നീതിമാന്മാരുടെ ക്ഷമയെയും സഹനശക്തിയെയും വെളിപ്പെടുത്താൻ ദൈവം അനുവദിക്കുന്നു. അങ്ങനെ മനുഷ്യന്റെ തെറ്റായ തിരഞ്ഞെടുപ്പുകളിൽ നിന്നുണ്ടാകുന്ന തിന്മകളെപ്പോലും ദൈവം തന്റെ അനന്തമായ ജ്ഞാനത്താൽ അന്തിമമായി നന്മയ്ക്കായി പരിവർത്തനം ചെയ്യുന്നു. പത്രോസ് തുടർന്നു, ഈ ലോകത്തിൽ ദൈവത്തിന്റെ ആധിപത്യവും നീതിയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിന് വിപരീതമായി മറ്റൊരു ശക്തിയുമില്ല. അവന്റെ സർവാധിപത്യത്തിന് കീഴിലാണ് നന്മയും തിന്മയും വിലയിരുത്തപ്പെടുന്നത്. ദൈവം തന്റെ പ്രകൃതിയാൽ പൂർണ്ണമായും നന്മ മാത്രമുള്ളവനാണ്. അവൻ ജീവജാലങ്ങൾക്കെല്ലാം നന്മ ചെയ്യാനും അനുഗ്രഹങ്ങൾ നൽകാനും ആഗ്രഹിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യന് നൽകിയിട്ടുള്ള സ്വതന്ത്ര ചിന്തയും ഇച്ഛാശക്തിയും കാരണം നന്മ ചെയ്യാനുള്ള സാധ്യതയോടൊപ്പം തന്നെ തിന്മ ചെയ്യാനുള്ള വഴിയും നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. നന്മ എന്നത് ദൈവഹിതത്തിനും അവന്റെ നിയമങ്ങൾക്കും അനുസൃതമായി ജീവിക്കുന്നതാണ്. എന്നാൽ ദൈവഹിതത്തിൽ നിന്ന് അകലുന്നതും അവന്റെ വ്യവസ്ഥകളെ ലംഘിക്കുന്നതുമാണ് തിന്മ. അതിനാൽ നന്മയും തിന്മയും രണ്ടു സമന്മാരായ ദൈവങ്ങളിൽ നിന്നോ സ്വതന്ത്ര സത്തകളിൽ നിന്നോ ഉണ്ടാകുന്നതല്ല, മറിച്ച് ദൈവസൃഷ്ടിയായ മനുഷ്യന്റെ സ്വന്തം തിരഞ്ഞെടുപ്പുകളുടെയും പ്രവൃത്തികളുടെയും ഫലമായി ഉയർന്നുവരുന്നതാണ്.